കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടം തകർന്നു വീണു. സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിനോട് ചേർന്നുള്ള ക്ലോക്ക് ടവറാണ് നിലംപതിച്ചത്. കെട്ടിടം തകർന്നു വീണ ഭാഗത്ത് യാത്രക്കാർ ആരുമില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. 130 കൊല്ലം പഴക്കമുള്ള ക്ലോക്ക് ടവറാണ് തകർന്നു വീണത്. കാലപ്പഴക്കം മൂലമാണ് കെട്ടിടം തകർന്നു വീണതെന്നാണ് പ്രാഥമിക നിഗമനം. കെട്ടിടത്തിന് വിള്ളലുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പൊളിച്ചുമാറ്റാനുള്ള പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനിടെയാണ് ഇന്ന് കെട്ടിടം തകർന്നു വീണത്. രണ്ടാം പ്ലാറ്റ്ഫോമിൽ പാസഞ്ചർ ട്രെയിൻ നിർത്തിയിട്ടിരുന്നു. പ്ലാറ്റ്ഫോമിനും ട്രാക്കിനും ഇടയിലേക്കാണ് കെട്ടിടം തകർന്നു വീണത്. കെട്ടിടം തകർന്നു വീണ ഭാഗത്ത് യാത്രക്കാരും ഉണ്ടാകാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. 448 കോടി രൂപയുടെ വികസന പ്രവൃത്തിയുടെ ഭാഗമായിട്ട് നവീകരണ പ്രവൃത്തി നടക്കുകയാണ്. ഈയൊരു നിലവിൽ അപകടം നടന്ന കെട്ടിടം പരിശോധിച്ച് അതിൻ്റെ ഒരു അപകടാവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഭാഗത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കാത്ത രീതിയിൽ ഇന്നേക്കത് പൊളിച്ചു മാറ്റാനുള്ള നടപടികളൊക്കെ ചെയ്തു പോയിട്ടുള്ളതാണ്. ഒരു കാഷ്വാലിറ്റി പോലും ഇല്ലാതിരുന്നത് റെയിൽവേയുടെ വലിയൊരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ ഫെൻസിംഗ് സംവിധാനം ഏർപ്പെടുത്തി ഒരാളെയും പ്ലാറ്റ്ഫോമിലൂടെ കടത്തിവിടാത്ത രീതിയിൽ രാവിലെ തന്നെ മുൻകരുതലെടുത്തിരുന്നു. വിഷയത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി റിപ്പോർട്ട് തേടി. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അലംഭാവം ഉണ്ടായെന്നും പരിശോധിക്കും. ക്ലോക്ക് റൂം കെട്ടിടം തകർന്നു വീണതിനെ തുടർന്ന് മലബാറിലെ ട്രെയിൻ ഗതാഗതത്തിൽ പുനർക്രമീകരണം നടത്തിയിട്ടുണ്ട്. കോഴിക്കോട് 1, 2, 3 ട്രാക്കിലൂടെയുള്ള ട്രെയിൻ സർവീസ് നിർത്തി. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം മാത്രമേ ട്രാക്കുകളിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കൂ. ജനം, കോഴിക്കോട്.